Hi all of you. Today we will discuss what is principle of virtual work. ഇതൊരു ഡിഗ്രി എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് an important question can be asked for 1 mark as well as 2 mark. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു വളരെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും പിന്നെ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വിർച്വൽ വർക്ക് ഡൺ എന്നാണ്. അപ്പം നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ആൻഡ് വി വോണ്ട് ടു ലുക്ക് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഫോഴ്സ് ആസ് വെൽ ആസ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. വിർച്വൽ വർക്ക് എന്നുള്ള ആ വിർച്വൽ എന്നുള്ള വാക്ക് തന്നെ നമുക്കിവിടെ അറിയാം, ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ വർക്ക്. സോ ആക്ച്വൽ വർക്ക് അല്ലാത്തതിന് ഒരു ഫോഴ്സും പിന്നെ ഒരു ആക്ച്വൽ അല്ലാത്ത ഒരു ഡിസ്പ്ലേസ്മെന്റുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. വിർച്വൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വി വിൽ കൺസിഡർ ആൻ ആർബിട്രറി ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ സിസ്റ്റം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയമാണ്. സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ടോട്ടൽ ഫോഴ്സ് വിൽ ബി 0. ദ ടോട്ടൽ ഫോഴ്സ് കൺസിഡേർഡ് വിൽ ബി 0. ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സസ് അതിന്റെ സം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആർബിട്രറി ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആർബിട്രറി ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സ്മോൾ ഇൻഫിനിറ്റെസിമൽ ചേഞ്ച് എന്ന് പറയും. സ്മോൾ ഇൻഫിനിറ്റെസിമൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെൽ ആർ ഐ എന്ന് പറയുന്ന ഒരു പൊസിഷനിലെ നമുക്കൊരു മെഷർ ചെയ്യാൻ കഴിയാത്ത ഒരു പൊസിഷൻ വെക്ടറാണ് ഈ ഡെൽ ആർ ഐ എന്ന് പറയുന്നത്. ഡി ആർ ഐ എന്ന് പറയുമ്പോഴും ചെറുത് തന്നെയാണ്, ബട്ട് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡെൽ ആർ ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ഇൻഫിനിറ്റെസിമൽ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ഏത് പാർട്ടിക്കിളിന്റെയാണ്? ith പാർട്ടിക്കിളാണ്. അപ്പോൾ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ട് എങ്കിൽ അതിനകത്തെ ഒരു ith പാർട്ടിക്കിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു ആർബിട്രറി ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ഡെൽ ആർ ഐ എന്ന് പറയുന്നത്. ഓക്കെ, വി വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് വിർച്വൽ വർക്ക്. വിർച്വൽ വർക്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ദർ വിൽ ബി എ ഫോഴ്സ് ആൻഡ് ദർ വിൽ ബി എ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഈ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ നേച്ചറാണ് നമ്മൾ പറഞ്ഞത്, അതൊരു ഇൻഫിനിറ്റെസിമൽ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്താൽ അതിനകത്ത് ഒരു ith പാർട്ടിക്കിളിനെ നമ്മൾ എടുക്കുകയും അതിന്റെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽ ആർ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പൊസിഷൻ കോർഡിനേറ്റ് ഓൺലി ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് എനി വേരിയേഷൻ ഓഫ് ടൈം. നമുക്കറിയാം അതിനകത്ത് ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റെസിമൽ ആണ് എങ്കിൽ, ഒരു സ്മോൾ ചേഞ്ച് ആണ് എങ്കിൽ അതിനകത്ത് ടൈം ഇൻവോൾവ് ചെയ്യില്ല. കാരണം ടൈം ഇൻവോൾവ് ചെയ്താൽ നമുക്കറിയാം അവിടെ ഒരു ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നു അല്ലെ. ഇത് ഒരു എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നു എന്നർത്ഥം. If you are considering a virtual displacement, that should not include any involvement of time. മനസ്സിലായോ? നമുക്ക് ആ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ എം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണുള്ളത്. അത് ഇക്വിലിബ്രിയത്തിലാണ് ഈ എം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എങ്കിൽ അതിനകത്ത് ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ഫോഴ്സസ് ക്യാൻസൽസ് ഔട്ട് ഈച്ച് അതർ സോ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. F1 എന്ന് പറയുന്ന ഫോഴ്സ് ആണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേക്കിംഗ് എ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽ യു. കണ്ടോ, ഡെൽ യു എന്ന് പറയുന്ന ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് F1 എന്ന് പറയുന്ന അപ്ലൈഡ് ഫോഴ്സ് കൊണ്ട് എമ്മിനുണ്ടാകുന്നു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ഇമ്പോർട്ടന്റ്.
പക്ഷെ ഈ F1-നെതിരെയായിട്ട് F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മോഷനെതിരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് വിളിക്കാം. അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ ഈ എമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. mg എന്ന് പറയുന്നത് താഴേക്കും നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അത് മുകളിലേക്കുമാണ് ആക്ട് ചെയ്യുക. mg എന്ന് പറയുന്ന ഫോഴ്സ് താഴേക്ക്, വെയിറ്റ് എപ്പോഴും ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്, പിന്നെ വെർട്ടിക്കലി ഡൗൺവേർഡ്. അങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് mgയും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോർമൽ റിയാക്ഷനുമാണ് ആക്ട് ചെയ്യുക. സോ ഇവിടെ എവരി ഫോഴ്സസ് ആർ ഇൻ എന്താണ് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് പോയാൽ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എം വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് കൺസിഡർ ചെയ്യാം? ഒരു വിർച്വൽ വർക്ക് ഡൺ നമുക്ക് കൺസിഡർ ചെയ്യുന്നു. Fi എന്ന് പറയുന്ന ടോട്ടൽ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ഇൻറ്റു പിന്നെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽ എന്ന് പറയുന്നത്, ഇവിടെ du എന്നാണ് കൊടുത്തിരിക്കുന്നത്. du ആയാലും കുഴപ്പമില്ല. സ്മോൾ ചേഞ്ച് ഇൻ ഇൻഫിനിറ്റെസിമൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ഈ du നമുക്ക് ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്യുക. ഇനി Fi നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഈച്ച് ഫോഴ്സസ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഈച്ച് ഫോഴ്സസ് കൊണ്ടുള്ള വർക്ക് ഡണ്ണും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ്. അപ്പൊ എന്താണ് F1 ഇൻറ്റു du കോസ് തീറ്റ. എന്തുകൊണ്ടാണ് du കോസ് 0 എന്ന് പറയുന്നത്? തീറ്റ 0 ആയ കാരണം F1ഉം duം ഒരേ ഡിറക്ഷനിലായതുകൊണ്ട് F1 ഡോട്ട് എന്നുള്ളത് F1 du കോസ് 0 ആയി. ഇനി F2 ആണെങ്കിലോ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അപ്പൊ കോസ് എന്തായി? 180 ഡിഗ്രി. പ്ലസ് mg എന്ന് പറയുന്ന മേളിലേക്കാണ്. സോ ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ അഗെയിൻ 90 ഡിഗ്രി വിത്ത് du. mg du cos 90 and normal reaction is also in upward direction. So it is also making an angle 90 degree with the virtual displacement. So it is equal to n into du cos 90. So all these will cancel each other and it is equal to 0. As modulus of F1 is equal to F2 and mg is equal to n, നോർമൽ റിയാക്ഷനും വെയിറ്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ വിർച്വൽ വർക്ക് ഡൺ എന്തായിപ്പോവും? ഈക്വൽ ടു 0. ദിസ് ഈസ് വൺ ഓഫ് ദ കേസ് വെയർ വിർച്വൽ വർക്ക് ഡൺ ഈസ് കാൽക്കുലേറ്റഡ്. ഇങ്ങനെയാണ് നമ്മൾ വിർച്വൽ വർക്ക് ഡൺ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിർച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്ന പിന്നെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഗ്രാമാറ്റിക്കലി റെപ്രസെന്റേറ്റ് ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെയാണ്. സോ ലൈക്ക് വൈസ് നമ്മളിവിടെ എന്ത് ചെയ്യാണ്? വേരിയേഷൻ ഓഫ് ടൈം ഇല്ല എന്നെടുക്കുകയാണ്. അതായത് ഇത് ഒരു ഫംഗ്ഷനാണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പൊസിഷൻ കോർഡിനേറ്റ്. സോ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് LRI ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1, Q2, Q3 എക്സെട്ര Qn. നമ്മളിത് നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ RI എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് Q1, Q2 എക്സെട്ര Qn എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, ഇറ്റ്സ് എ ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ സിസ്റ്റം ഇക്വിലിബ്രിയം ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് 0, ദാറ്റ് ഈസ് Fi is equal to 0. where I is the running factor because there are n particles in that system. Virtual work done of this force Fi എന്ന് പറയുന്നത് del Wy is equal to Fi into virtual displacement del Ri, which will be equal to 0. അല്ലെ, നമുക്കറിയാം വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് del Ri കൊണ്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഇത് നമുക്ക് ith പാർട്ടിക്കിൾ ആണ് അല്ലെ. സോ ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ സമ്മേഷൻ ചെയ്യണം. So summation takes place. I is equal to from 1 to n. This result represents principle of virtual work, which states that work done is 0 in the case of an arbitrary virtual displacement of a system from a position of equilibrium. മനസ്സിലായോ? ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന, അപ്പൊ ഇവിടെ 3 പോയിന്റ്സ് ആണ് ഉറപ്പിച്ച് പറയേണ്ടത്. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് ഒരു ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡിറക്ഷനിലുള്ള ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഈ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്, ഫോഴ്സ് ഓഫ് കൺസ്ട്രൈനും ഉണ്ട്. അതാണ് Fi is equal to Fia plus
എ പ്ലസ് സ്മോൾ എഫ് ഐ എന്ന് പറയുന്നത്. ഈ സ്മോൾ എഫ് ഐ എന്ന് പറയുന്നതാണ് കൺസ്ട്രൈൻഡ് ഫോഴ്സും എഫ് ഐ എ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സുമാണ്. സോ ഇത് കൊണ്ടുവന്ന് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡോട്ട് ഡെൽ ആർ ഐ വരും. അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടേം കിട്ടും. എഫ് ഐ എ ഡോട്ട് ഡെൽ ആർ ഐ plus small sigma I is equal to 1 to n fi dot del Ri. And we are restricting our system where the virtual work of the force of constraint is 0. നമ്മളെപ്പോഴും നമ്മൾ ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു നമ്മൾ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ കൊണ്ടുള്ള വർഡൺ നമുക്കിവിടെ 0 എന്ന് അസ്യൂം ചെയ്യാണ്. സോ ഈ രണ്ടാമത്തെ ടേം അങ്ങ് പോവും. സോ ആദ്യത്തെ ടേം സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 to n എഫ് ഐ എ ഡോട്ട് ഡെൽ ആർ ഐ ഈസ് ഇക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അതായത് അപ്ലൈഡ് ഫോഴ്സിന് ഡിറക്ഷനിലുണ്ടാകുന്ന വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുള്ള വിർച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഡി ആലംബർട്ടിൽ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഡി ആലംബർട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ജനറൽ മോഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ജനറൽ മോഷനെ സ്റ്റഡി ചെയ്യാനാണ് ഡി ആലംബർട്ട് പ്രിൻസിപ്പിൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഡൺ കൺസിഡർ ചെയ്യുക. ഓക്കെ, now we will look what is D'Alembert principle. Very important, and this is the basic of classical mechanics. D'Alembert principle ഒക്കെ അതിന്റെ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിക്സ് ആണ്. അപ്പൊ നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ് എന്നറിയാം. അപ്പൊ ith പാർട്ടിക്കിളിന്റെ ഫോഴ്സിനെ നമ്മൾ എഫ് ഐ എന്നെടുത്താൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഇവിടെ നമ്മളൊരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി ഐയെ നമ്മൾ പി ഐ ഡോട്ട്, അതായത് ഒരു ഡോട്ടാണ് പിയുടെ മേളിൽ കിടക്കുന്നതെങ്കിൽ അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റം എന്നാണ് എടുക്കുന്നത്. അപ്പോൾ എഫ് ഐ ഇസ് ഈക്വൽ ടു പി ഐ ഡോട്ട്. അപ്പോൾ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു 0. അതായത് the total force on that system is 0, where Fi is the total force and Pi dot is the reactional force എന്ന് നമ്മളിവിടെ വിളിക്കും. ഓക്കെ, I is equal to 1, 2, etc. up to n. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ വിർച്വൽ ഇങ്ങനെ ഒരു ടോട്ടൽ ഫോഴ്സ് ഇവിടെ ക്യാൻസൽ ആയി പോവുകയും അതുകൊണ്ട് ഉള്ള ഒരു വിർച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയ ഡെൽ ആർ ഐയുമായി ഡോട്ട് എടുത്ത് കണ്ടുപിടിക്കുന്നു. നമ്മളവിടെ ith പാർട്ടിക്കിളെ എടുത്തോളൂവെങ്കിൽ അതിന് n പാർട്ടിക്കിൾ സിസ്റ്റത്തിലെ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ഒരു സമ്മേഷൻ ഉപയോഗിക്കുന്നു. സമ്മേഷൻ ഓഫ് I is equal to 1 to n fi minus pi dot dot del r I is equal to 0. എഫ് ഐ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് എന്തായിരിക്കും ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ. അത് നമ്മൾ ഡെൽ ആർ ഐയുമായിട്ട് ഡോട്ട് എടുക്കുന്നു. സോ നമുക്കറിയാം എന്താണ് എഫ് ഐക്ക് രണ്ട് ടേം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇതെടുക്കുമ്പോഴത്തേക്കും എഫ് ഐ എ മൈനസ് പി ഐ ഡോട്ട് പ്ലസ്, കാരണം എഫ് ഐക്കാണ് നമ്മളിവിടെ എഫ് ഐ എ പ്ലസ് സ്മോൾ എഫ് ഐ കൊടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഡോട്ട് എടുക്കുമ്പോഴത്തേക്കും എഫ് ഐ എ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽ ആർ ഐ പ്ലസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ കൊണ്ടുള്ള വിർച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. സോ ദ സെക്കൻഡ് ടേം വിൽ വാനിഷ് ആൻഡ് ദ ഫസ്റ്റ് ടേം വിൽ ബി ഈക്വൽ ടു 0. സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ എ മൈനസ് പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു 0. FIA is the applied force and PI dot is the reactional force. അപ്പൊ ഈ FIA എന്ന് പറയുന്നത് നമ്മൾ ഈ സഫിക്സ് അങ്ങ് മാറ്റിയിട്ട് ജനറലൈസ് ചെയ്ത് എഴുതുന്നു. കാരണം അപ്ലൈഡ് ഫോഴ്സ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് നമുക്ക് അറിയാൻ കഴിയണം. ഇവിടെ ഇമ്പോർട്ടന്റ് അതാണ്, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ട് അതിനെ അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് എഴുതി ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ കൊണ്ടുള്ള വിർച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ D'Alembert's പ്രിൻസിപ്പിൾ. അപ്ലൈഡ് എന്നുള്ളത് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാതെ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോഴാണ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഇത് എഫ് ഐ എഗെയിൻ പിന്നെ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് എഴുതരുത്. കാരണം നമ്മളിവിടെ അപ്ലൈഡ് ഫോഴ്സിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുക.
ഒരു സഫിക്സ് മാറ്റി എന്നുള്ളതേ ഉള്ളൂ ജനറലൈസ് ചെയ്യാൻ വേണ്ടി. ഇതിനെയാണ് ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്കിന് ഡിആലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ. വാട്ട് ഈസ് ഡിആലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ ഈസ് കൺസേൺഡ് വിത്ത് ദ വിർച്വൽ വർക്ക് ഡൺ ബൈ ദ applied force. Virtual work done by the applied force, where a small infinitesimal virtual displacement takes place in the direction of applied force. Applied force in the direction ൽ നടക്കുന്ന ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുള്ള വിർച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിആലംബർട്ട് പ്രിൻസിപ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.